ഹലോ. അപ്പൊ പൊന്നൂസായിട്ട് നമുക്ക് പൂക്കളിട്ട് തരുന്നത് രാവിലെ തന്നെ. അപ്പൊ എന്നിട്ട് വന്നിട്ട് ഇത് വേഗം പൂക്കളിടാൻ ഇരിക്കട്ടെ, കുറച്ച് പൂവുള്ളൂ. പിന്നെ ഇല വെച്ചിട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വേഗം അടുക്കള കയറുന്ന വേറെ ഒന്നല്ല, സുഭാഷേട്ടന്റെ ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ടുണ്ട് ട്ടോ. അപ്പൊ ഞാൻ വേഗം അടുക്കള കയറി പണി ചെയ്യാൻ നിൽക്കായിരുന്നു. അപ്പോഴവര് അത് എത്തിയത്. അപ്പത്തേ കാറൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. വലിയ വെക്കേഷൻ ആട്ടാ ചേച്ചി വന്നിട്ട് പോയത്. ആ സമയത്ത് നമുക്ക് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ട് പോയിട്ട് പിന്നെ ഇപ്പോഴാട്ടാ വരുന്നത്. പിന്നെ അതേ ഇപ്പൊ എത്തി, അവര് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. വന്നപ്പോ തന്നെ കുറെ വിശേഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളതുകൊണ്ട് പൊന്നൂസ് ആന്റിനെ കെട്ടി പിടിച്ചോട്ടാ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ അവരുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കുറെ കവറിൽ കുറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പൂക്കളത്തിന്റെ വിശേഷമായിട്ടാ പറയുന്നത്. ഇലയിട്ടിട്ടുള്ള പൂക്കളത്തിനെ കുറിച്ചിട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അകത്തേക്ക് കയറിയപ്പോ ഞാൻ വേഗം നാരങ്ങ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടാ. അപ്പൊ കുറച്ചു നേരം ഇരിക്കുക, എന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം അകത്തേക്ക് പോയി നാരങ്ങ വെള്ളം എടുത്ത് കൊടുത്തു. പിന്നെ ആ സമയത്ത് എന്താ സംസാരിക്കണം എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ലട്ടെ. എന്താ ആ സമയത്ത് സംസാരിച്ചെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ കിട്ടില്ല. എന്തൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അടുക്കളയിലത്തെ കോലം കണ്ട ഞങ്ങൾ ഞെട്ടിപ്പും. പച്ചക്കറി കരിഞ്ഞിട്ട് ഞാൻ എല്ലാം അവിടെ വലിച്ചു വരിട്ടിരിക്കേണ്ട. സാമ്പാർ, പച്ചപ്പയറും കായും തോരനും മെഴുക്കുവരട്ടിയും പിന്നെ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കണം. കാരണം പെട്ടെന്ന് ഊണയ്ക്കുന്ന സമയം ആവാറായിട്ടുണ്ട്. പിന്നെ ഇവര് വന്നിട്ട് ചേച്ചിയൊക്കെ പെട്ടെന്ന് വന്നല്ലോ. അപ്പൊ അതിന്റെ തിരക്കായിട്ട് പിന്നെ ഇന്നലെ ഞാൻ ജിമ്മിലെ ഓണാഘോഷനൊക്കെ പോയിട്ട് എണീറ്റപ്പോ നേരെ വൈകിണ്ടായിരുന്നു. അപ്പൊ അത് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ബീട്രൂട്ട് തോരനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ക്ഷീണത്തിന് എണീറ്റപ്പോ നേരെ വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടെ ഈ തിക്കും തിരക്കും ബഹളം കാണിക്കുന്നത്. അപ്പൊ എനിക്ക് അവസാനം മുട്ട പൊരിക്കും കൂടി വേണ്ടു. അപ്പൊ ഇടയിൽ വന്ന് ഏട്ടൻ പാത്രം കഴുകി തരുന്നുണ്ട്. പിന്നെ അടുക്കളയുടെ കോല ഇപ്പൊ നിങ്ങൾ ആരും നോക്കണ്ടതൊക്കെ കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ആക്കി ഇടുന്നതാണ്. ചേച്ചിയാണ് നിന്ന് സംസാരിക്കേണ്ടത് സുഭാഷേട്ടന്റെ അടുത്ത്. ഒപ്പം തന്നെ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിട്ട് ചേച്ചി പറയുന്നത്. അപ്പൊ സാമ്പാറും പച്ചപ്പയറ് കായും തോരനും മെഴുക്കുവരട്ടിയും ബീട്രൂട്ട് തോരനും മുട്ട പൊരിച്ചു മീൻ വറുത്തു. ഇതൊക്കെ ചെയ്തപ്പോ ചേച്ചി പറയണ എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ ഞാനത് എടുക്കുള്ളൂ, ചേച്ചി കഷ്ടപ്പെട്ട് ഇങ്ങനെ എണീറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടെ ഓരോ കാര്യങ്ങള്. അന്നേരം എനിക്ക് അവര് വന്നപ്പോ അത്ര ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ ഒന്നാമത് സന്തോഷം, നമുക്ക് അത്ര ക്ഷീണമൊന്നും വരില്ല, അങ്ങനെ തോന്നില്ലല്ലോ ആൾക്കാർ വരുമ്പോ. അങ്ങനെ തലേദിവസം ജിമ്മിന് ഓണാഘോഷത്തിന് പോയ സമയത്ത് ഞാൻ കാല് സ്ലിപ്പ് ചെയ്തിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യമായിട്ട് ഏട്ടൻ പറയുന്നത്. അപ്പൊ ഏട്ടൻ പിടിച്ചെണീപ്പിക്കാൻ വരുമ്പോഴേക്കും കുറെ കൈകൾ എന്നെ പിടിച്ചെണീപ്പിക്കാൻ നോക്കിന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പൊ അപ്പോഴേക്കും ഞാൻ വേഗം ചാടി വീണ് എണീറ്റ് പിടിച്ച് പൊക്കിയതൊക്കെ ആയിട്ടായിരുന്നു പറയണത്. അപ്പൊ ഞാൻ എല്ലാവരും രണ്ടുപേരും ട്രോളിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഊണയ്ക്കുന്ന സമയത്തുണ്ട്. അപ്പൊ ഫുഡൊക്കെ ഞാൻ ഇലയിലിട്ട് ഞാൻ വിളമ്പിയത്. അപ്പൊ സാമ്പാറും മുട്ട പൊരിച്ചു, ബീട്രൂട്ട് തോരൻ, മീൻ വറുത്ത്, പപ്പടം വറുത്ത്, തൈര്, പിന്നെന്താ പച്ചപ്പയറും കായും മെഴുക്ക് പറ്റിയതൊക്കെ. അങ്ങനെ എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞ് വർത്താനം പറയട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.